വേനൽ സമയത്തൊരു ചെറിയ യാത്രയാണിത്. നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. തെന്മല ആര്യങ്കാവ് വഴിയാണ് പോകുന്നത്. ഈ റൂട്ടിലൂടെ ഒരുപാട് തവണ പോയിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ എൻ്റെ മിക്കവാറും വീഡിയോയിലുമുണ്ട്. ഇതാണ് എസ് വളവ്. അത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. എസ് വളവ് കഴിഞ്ഞ് ഇതിനകത്തൂടെ കടക്കുന്നത് തമിഴ്നാട്ടിലേക്കാണ്. എത്ര പോയാലും മടുക്കാത്തൊരു റൂട്ടാണിത്. അതിന് കാരണം പോകുന്ന വഴിയിലുള്ള ഗ്രാമീണ കാഴ്ചകൾ തന്നെയാണ്. ആക്ച്വലി ഈ തമിഴ്നാട് യാത്രയിൽ ഡെസ്റ്റിനേഷനേക്കാളും നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് എപ്പോഴും ഈ റൂട്ടിലൂടെ യാത്രയെ നമ്മൾ തോന്നിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോയ വഴിക്ക് കണ്ടൊരു ആമ്പൽക്കുളമാണ്. അങ്ങനെ ജസ്റ്റ് ഇറങ്ങി നിന്ന് എടുത്തതാണ്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ കൃഷിപ്പാടങ്ങൾ പച്ചപ്പില്ല. ഇതുപോലെ വിശാലമായ പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല നല്ല റോഡാണ്. തിരക്കുകളൊന്നുമില്ലാത്ത നല്ല റോഡിലൂടെ യാത്ര ചെയ്യാം. ഇരു സൈഡിലും കൃഷിപ്പാടങ്ങളും പിന്നെ മലനിരകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യാം. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് മണിമുത്താർ ഡാമിൻ്റെ ഭാഗത്താണ്. ആക്ച്വലി മണിമുത്താർ വാട്ടർഫാൾസ് കാണാനായിരുന്നു പോയത്. നമ്മൾ എത്തിയപ്പോഴേക്കും 2:30 മണിയായി. അവിടെ 3 മണി വരെ പ്രവേശനമുള്ളൂ. നല്ല ക്യൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ വാട്ടർഫാൾസിലേക്ക് പോകുന്നത് നമ്മൾ മാറ്റി വെച്ചിട്ട് നേരെ ഇങ്ങ് ഡാമിലേക്ക് വന്നു. മണിമുത്താർ വാട്ടർഫാൾസിൽ നിന്നും ഈ ഡാമിലേക്ക് വരാനായിട്ട് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. വരേണ്ട റൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ തെന്മല ആര്യങ്കാവ് വഴിയാണ് വരുന്നതെന്നുള്ളത്. അത് ചെങ്കോട്ട കഴിഞ്ഞിട്ട് അംബാസമുദ്രം എന്ന സ്ഥലത്ത് ചെന്നിട്ടാണ് ഈ മണിമുത്താർ വാട്ടർഫാൾസിലേക്കായാലും ഈ മണിമുത്താർ ഡാമിലേക്കായാലും പോകേണ്ടത്. ഇത് നല്ല ഉച്ച സമയമാണ്. ഉച്ച സമയം മീൻസ് ഞങ്ങൾ 2:30 മണിക്ക് ശേഷമാണ് ഇവിടെ എത്തിയത്. ഇത് നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ രാവിലെ വരുന്നതായിരിക്കും നല്ലത്. ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂസാണ്. ഈ മണിമുത്താർ ഡാമിൽ 6 മണി വരെ പ്രവേശനമുണ്ട്. പക്ഷേ വാട്ടർഫാൾസിൽ 3 മണി വരെ ഉള്ളൂ. 3 മണി കഴിഞ്ഞാൽ കയറ്റി വിടില്ല. ഇപ്പം നമ്മൾ സ്റ്റെപ്പെല്ലാം കയറി മുകളിൽ വന്നു. ഡാമിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ട്. ഒരു തണലും ഇല്ല. പക്ഷെ ഇവിടെ നിന്ന് കാണാനുള്ള വ്യൂസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കൊല്ലം തിരുവനന്തപുരം ജില്ലക്കാർക്കൊക്കെ 1 ഡേ ട്രിപ്പിന് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. നിങ്ങൾ ആദ്യം ഡാമിൽ വന്നതിന് ശേഷം വാട്ടർഫാൾസിലേക്ക് പോകുന്നതാണ് നല്ലത്. രാവിലെ തന്നെ വരിക. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ടായിരുന്നു. രാവിലെ വന്ന് ഡാം കണ്ടതിന് ശേഷം വാട്ടർഫാൾസിലേക്ക് പോവുക. അടിപൊളി വ്യൂസാണ്. ഇവിടെ നിന്ന് കാണാനൊക്കെ നല്ല രസമാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ഇതൊക്കെയാണ് മണിമുത്താർ ഡാമിൽ നിന്നുള്ള കാഴ്ചകൾ. താങ്ക് യു.